ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് നമ്മളുടെ വേറൊരാളുടെ വിഷമമുള്ള കഥകൾ പറഞ്ഞ് നമ്മളെ കൂടെ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇങ്ങനത്തെ കഥകൾ കേട്ടിട്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത്. ഒന്ന് ഞാൻ പറയാം, എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കുറച്ച് നന്മകൾ ചെയ്ത് എൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ട് പോകണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കഥകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നു വന്ന, ഞാൻ അനുഭവിച്ച വേദനകൾ, ഞങ്ങൾ ഏറ്റെടുത്ത റിസ്കുകൾ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്രാവശ്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിലൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റത്തിലേക്ക് വരാൻ സഹായിച്ചാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സിംഗിൾ ബോബനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. സിംഗിൾ ബോബൻ എപ്പോഴും പറയുന്നത് അവരുടേതായിട്ടുള്ള അനുഭവ കഥകളാണ്. ഒരിക്കലും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒന്നുകിലും മറ്റൊരാളിൻ്റെ അനുഭവങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കണ്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത് പഠിച്ചിട്ടോ വന്ന് പറയുന്നതാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. ഞാനോ സിംഗിളും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഭവങ്ങളാണ്, ഞങ്ങൾ അനുഭവിച്ച വേദനകളാണ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സിംഗിളിനെ എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഒരു സുഹൃത്തെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ സഹോദരിയാണ്. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഞങ്ങളൊരു അമ്മയ്ക്ക് മക്കളായിട്ട് ജനിക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ്. അപ്പൊ അവളാണ് എന്നെ സിംഗിളിനെ പരിചയപ്പെടുത്തിയത്. 1 വർഷത്തെ കൂടുതലാവത്തേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. സിംഗിളിന്റെ കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ ഞങ്ങൾ തലേന്നേ പോയിരുന്നു. ഞങ്ങൾ അത്രയും നല്ല സൗഹൃദം. അവർ രണ്ടുപേരും, ബോബൻ ചേട്ടനും സിംഗിളും നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ്. അപ്പൊ അവര് പറയുന്ന ആ കഥകൾ നിങ്ങളിൽ പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മളുടെ ആ ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുമെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത്. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളാണ്, പക്ഷെ ആ വിഷമം ഞാൻ ഉള്ളിൽ ഒതുക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെപ്പോലെ ഈ സമൂഹത്തിൽ എന്തെങ്കിലും വേദനകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നല്ല തുടക്കമായി മാറണം. അവര് ആ വിഷമങ്ങളും ആ സങ്കടങ്ങളും എല്ലാം മറന്ന് ജീവിതത്തിലേക്ക് വരണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് പലതും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് എൻ്റെ കഥകൾ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ വേദനകൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പം ഇനി നിങ്ങളിത് കാണുക, കേൾക്കുക, എന്നിട്ട് മാറാൻ ശ്രമിക്കുക. ബൈ.